ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ലഞ്ചാണിത്. ഇടിയപ്പവും ഒരു വെജിറ്റബിൾ കറിയുമാണ്. അപ്പം ഇടിയപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയപ്പം തേങ്ങാപ്പീര തീരെ ചേർത്തിട്ടില്ല. ഒന്നാമത് തേങ്ങാപ്പീര എൻ്റെ മോന് ഒട്ടും ഇഷ്ടമില്ല അതിനകത്ത് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ പിന്നെ ഇവിടെ തേങ്ങാപ്പീര കിട്ടാൻ അത്ര നമ്മൾ കേരള സ്റ്റോറിൽ പോയി മേടിക്കണം. അപ്പം ഇരുന്നതൊക്കെ സ്റ്റോക്കൊക്കെ തീർന്നു. ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ അതും ഇതിനകത്ത് ചേർത്താൽ അത്ര ഒരു ഇതില്ല എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പീര ഇല്ലാത്ത ഇടിയപ്പം റെഡിയാക്കി. അതിനുശേഷം വെജിറ്റബിൾ കറി ഉണ്ടാക്കുക. അപ്പം ഒനിയനും ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡ് എല്ലാം കൂടെ ചേർത്ത് വഴറ്റി അതിലേക്ക് തന്നെ പൊട്ടറ്റോ, കൂടുതൽ വേവുള്ളത് കൊണ്ട് പൊട്ടറ്റോ കട്ട് ചെയ്ത് അതിനകത്ത് ചേർത്തു. കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഒരു 2 ടൊമാറ്റോ, ഇത്രയും ചോപ്പ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. ടൊമാറ്റോ ചേർക്കുന്നതിന് മുമ്പ് ചോപ്പ് ചെയ്യും. അതിനുശേഷം അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി, പെരിഞ്ജീരക പൗഡർ ഇച്ചിരി, ഗരം മസാല ഒരിച്ചിരി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മാത്രമേ മസാല ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ് ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ മസാലയൊക്കെ എല്ലായിടത്തും പിരളുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കട്ട് ചെയ്ത ടൊമാറ്റോസ് ചേർത്തു. കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു. മല്ലിയില ലാസ്റ്റിലാണ് ചേർക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇവിടെ മല്ലിയില ഇങ്ങനെ എടുത്ത് കാണുമ്പം അതത്ര ഒരു പ്ലീസിങ് അല്ല ഇവിടെ ഉള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയില ആദ്യമേ ആഡ് ചെയ്യും. എനിവേ എൻ്റെ ഒരു തൃപ്തിക്ക് ഞാൻ ആദ്യമേ ആഡ് ചെയ്തതങ്ങ് കുക്കായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും. അതിന് ശേഷം ലാസ്റ്റിൽ തേങ്ങാപ്പാൽ ചേർക്കും. അപ്പം ഇതിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി കുറച്ച് മുട്ടയും കൂടെ പുഴുങ്ങിയാലോ എന്ന്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ട പുഴുങ്ങിയതുകൂടെ ആകുമ്പം അത് കുറച്ചുകൂടെ ഒരു ഹാപ്പി ആവും എല്ലാവർക്കും എന്ന് ഓർത്തിട്ട് ഞാനൊരു 3-4 മുട്ടയും കൂടെ പുഴുങ്ങി. പിന്നെ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്തു. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി പാകത്തിന് ചൂടുവെള്ളം ചേർത്തു. അത് ലൂസാക്കി, നമുക്ക് ഇടിയപ്പമായതുകൊണ്ട് ഇച്ചിരി ചാറ് വേണം. അപ്പം വെജിറ്റബിൾ കറി റെഡിയാണ്. തൊട്ടടുത്ത് തന്നെ മുട്ട പുഴുങ്ങി പൊളിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇടിയപ്പവും വെജിറ്റബിൾ കറിയും മുട്ട പുഴുങ്ങിയതുമാണ് ഇന്നത്തെ ലഞ്ചിന് റെഡിയാക്കിയിരിക്കുന്നത്. മോൻ ഇന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പം എല്ലാം റെഡിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.